നീ നന്നായി ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. സംഭവം നടന്നാ നീ നിന്റെ കുടുംബവും കോടീശ്വരന്മാരാവും. എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു കോടീശ്വരനൊക്കെ എന്നെ കല്യാണം കഴിക്കുവോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാജേന്ദ്ര സാറിന്റെ ഏക വീക്ക്നെസ് എന്ന് പറയുന്നത് മദ്യപാനമാണ്. സത്യം. മദ്യം കഴിച്ച് ലിവറിന് ഒരുപാട് പ്രോബ്ലം വന്നപ്പോ ഇനി മദ്യം കഴിക്കരുതെന്ന് ഡോക്ടർ ഉപദേശിച്ചതാ. എവിടെ ആള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതേ മദ്യമാണ്. അയാൾക്ക് എന്റെ അച്ഛന്റെ പ്രായമുണ്ട്. അതുകൊണ്ട് വിശാലേ അത് ഒഴിവാക്ക്. നോക്ക്, ചിന്തിക്കുമ്പോൾ നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതേസമയം പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. ഒറ്റയടിക്ക് നിനക്ക് പണക്കാരിയാണ്. പിന്നെ നിന്റെ അച്ഛനും സഹോദരിമാരുടെയൊക്കെ ജീവിത രീതിയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താം. പക്ഷേ അയാൾക്ക് 2 അറ്റാക്ക് വന്നതല്ലേ? അത് സത്യമാണ്. പക്ഷെ നീ ആളെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിച്ചാൽ മതി. നിലവിലുള്ള അവസ്ഥ എന്താ? നിലവിൽ 3 തൊട്ട് 5 വർഷം വരെ മാക്സിമം ജീവിച്ചിരിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. ഞാൻ എങ്ങനെ ചിന്തിക്കണം? ഉടനെ വിധവയാവും അറിഞ്ഞുകൊണ്ട് ഒരാളെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും? നീ കല്യാണം കഴിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. നോക്ക്, അറ്റ്ലീസ്റ്റ് ഈ ഹോസ്റ്റൽ ജീവിതത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെട്ടൂടെ? പിന്നെ നിന്റെ വീട്ടുകാരും രക്ഷപ്പെടും. വിശാല് പറഞ്ഞത് ശരിയാണ്. കുറച്ചു കാലെങ്കിലും സമാധാനത്തോടെ ജീവിക്കാലോ. പിന്നെ സിസ്റ്റർമാരുടെ കല്യാണവും നടത്താം. അപ്പൊ ശരി, എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് നിന്നെ പെണ്ണ് കാണാൻ വീട്ടിൽ വരുന്നു. വീട്ടിലോ? ഉടനെ കല്യാണം. എന്താ? അയ്യോ, എന്റെ വീട്ടിലേക്കൊന്നും വരണ്ട. അതെന്താ? എന്റെ വീട് കണ്ടാലേ സാർ ബോധം കേട്ട് വീഴും. അത്രയ്ക്കും മോശം അവസ്ഥയാ. ചെറിയൊരു വീടും. പക്ഷേ രാജേന്ദ്രന് സുഖമില്ലാത്തതാണെന്നുള്ളതും 2 അറ്റാക്ക് കഴിഞ്ഞു എന്നുള്ളതൊക്കെ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ? അതെല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ആണോ? അവർക്ക് പ്രശ്നമില്ലേ, നമുക്കെന്താ? എന്നാ നമുക്ക് നടത്താം. ആ നിഷ കല്യാണത്തിന് സമ്മതിച്ചു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം, എനിക്കും. ഞാൻ അല്പം കഷ്ടപ്പെട്ടു. അല്ല, ഞാനിപ്പോ എന്താ ചെലവ് ചെയ്യേണ്ടത്? ചെലവിന്റെ ഒന്നും ആവശ്യമില്ല. വിശാലാണെങ്കിൽ മദ്യം കഴിക്കില്ല, നോൺ വെജിറ്റേറിയൻ ഫുഡും കഴിക്കില്ല. പിന്നെ എന്ത് ചെലവാ ചെയ്യേണ്ടത്? നമുക്കൊരു മസാല ദോശ കഴിക്കാം. ഓഹോ, ദോശയെങ്കിൽ ദോശ. വാ കേറ്. ഈ സാറിന്റെ ഒരു കാര്യം. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാനിപ്പോ അവരെയും കൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പോയേനെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച ഭയങ്കര ബോറടിയായിരുന്നു. ഞായറാഴ്ച കൂടെ ജോലി ഉണ്ടായാൽ മതിയായിരുന്നു, നിന്നെ ഒന്ന് കാണാലോ. ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്ത് കാര്യം? നിന്റെ കൂട്ടുകാരി നിഷയ്ക്ക് നല്ലൊരു ഭാഗ്യം കിട്ടിടി. ഉഗ്രനൊരു ലോട്ടറി. നമ്മുടെ രാജേന്ദ്ര സാറിന് നിഷയോടൊരു ഇഷ്ടോ? അവളെ വിവാഹം കഴിക്കാനും താല്പര്യമുണ്ട്. 2 അറ്റാക്കും കഴിഞ്ഞ് കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുന്ന അയാൾ എന്തിനാണ് കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ, നമ്മളെന്തിനാ ഇടപെടുന്നത്? ഞാൻ നിഷയോട് ചോദിച്ചു, അവൾക്ക് ഇഷ്ടമാണ്. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കുമെന്നാ വിചാരിക്കുന്നത്. ഈശ്വരാ, ഇതെന്തൊരു ചതിയായി പോയി. ഇതിലെന്ത് ചതി? നോക്ക് ചേട്ടാ, ആ രാജേന്ദ്ര സാർ മരിച്ചാല് സ്വത്തെല്ലാം നമുക്ക് കിട്ടേണ്ടതാ. ആ നിഷയെ വിവാഹം കഴിച്ച സ്വത്തെല്ലാം അവൾക്കല്ലേ കിട്ടുക? സാരമില്ല രമ്യേ, ഈ നിഷ എന്ന് പറയുന്നത് നിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് അല്ലേ, അവള് രക്ഷപ്പെടട്ടെ. മാത്രമല്ല നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തൊന്നല്ലോ, പോയാ പോട്ടെ. നോ, എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ചേട്ടൻ ആ കാര്യം പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടോ ഞാൻ ജീവിച്ചെന്നറിയോ? കഷ്ടം, എല്ലാം പോയി. ഈ വിവരം അറിഞ്ഞപ്പോ നിങ്ങൾക്ക് രാജേന്ദ്ര സാറിനെ ഒന്ന് നിരുത്സാഹപ്പെടുത്താമായിരുന്നില്ലേ? നോക്ക് രമ്യ, ഞാൻ എപ്പോഴും നേരെ പോയി ചിന്തിക്കുന്ന വ്യക്തിയാണ്. സർവോപരി രാജേന്ദ്ര സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിഷ എന്റെ നല്ല ഫ്രണ്ടാണ്. വലിയ കാര്യമായി പോയി. ചുരുക്കത്തിൽ നമ്മൾ വട്ടപൂജയായി. കഷ്ടം, ആ നിഷ ഈ കല്യാണം കഴിഞ്ഞ കോടീശ്വരിയാകും. ഞാൻ കണ്ട സ്വപ്നം ഒക്കെ വേസ്റ്റ് ആയി. കമോൺ രമ്യ, എനിക്കിപ്പോ ആവശ്യത്തിന് ആരോഗ്യമുണ്ട്. അത് വെച്ച് നിന്നെയും നമുക്ക് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന മക്കളെ അന്തസ്സായി പോറ്റാം, പോരെ? കഷ്ടായി പോയി. ഒടുവിൽ മണ്ണും ചാരി നിന്ന നിഷ ഗോൾ അടിച്ചു. എടി ഭയങ്കര കണ്ണും മൂക്കും കാട്ടി വളച്ചു. പണം മാത്രമാണോ ജീവിതം? എടാ, ഒരു അത്യാവശ്യ കാര്യം പറയണ്ടായിരുന്നു. എന്താ കാര്യം? നിന്റെ അമ്മാവൻ വന്നിരുന്നു. നമ്മുടെ പ്രമീളയുടെ കല്യാണം ശരിയായത്രേ. ഗൾഫുകാരനാണ് അത്രേ പയ്യൻ. അതേതായാലും നന്നായി. ഇതിലൊരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? അറിയാലോ, ലക്ഷ്മിക്ക് MBBS പ്രവേശനം കിട്ടിയപ്പോ മാമനാണ് 5 ലക്ഷം രൂപ തന്ന് സഹായിച്ചത്. ആ പണം മാസത്തവണയായിട്ടേ തിരിച്ചടയ്ക്കൂന്ന് ഞാൻ അന്നേ അമ്മാവനോട് പറഞ്ഞതല്ലേ. മാത്രമല്ല ഇതുവരെ 1 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. എല്ലാം ശരിയാണ്. പക്ഷേ ഇപ്പോൾ പ്രമിളയുടെ കല്യാണം നടത്താൻ ബാക്കി പണം മുഴുവനായി നമ്മളോട് കൊടുക്കാൻ പറയുന്നു. നമ്മളിനിപ്പോ എന്ത് ചെയ്യും? 4 ലക്ഷം രൂപയോളം ബാക്കിയില്ലേ കൊടുക്കാൻ? മാത്രല്ല നമ്മുടെ ലക്ഷ്മിയുടെ സെമസ്റ്ററിന്റെ ഫീസ് 1,40,000 രൂപ വേറെയും കാണണല്ലോ. എല്ലാം കൂടെ 5.5 ലക്ഷം രൂപയോളം വരും. ഒരു ഐഡിയയും കിട്ടുന്നില്ല. അയ്യോ എന്റെ വിസാരെ, 5 ലക്ഷം രൂപ പോയിട്ട് 5,000 രൂപ എടുക്കാനില്ല. ഞാൻ പറഞ്ഞില്ലേ, എറണാകുളത്ത് നമ്മുടെ ജ്വല്ലറിയുടെ ബ്രാൻഡ് തുടങ്ങുന്ന കാര്യം മൊത്തം എല്ലാ കാഴ്ചപ്പാടും ഇറങ്ങിക്കിടമേ. ഇനി 6 മാസം രക്ഷയും. ഓക്കെ.
ശരി സർ. 5000 രൂപയ്ക്കാണെങ്കിൽ കൊടുക്കാമായിരുന്നു. 5 ലക്ഷം രൂപ. അല്ലെ, കൈ കാശില്ലാത്തവർ എന്തിനാ പെങ്ങളെ ഈ സ്വാശ്രയ കോളേജിലൊക്കെ കൊണ്ട് പഠിപ്പിക്കുന്നത്? ഇതൊക്കെ ആരോടാ പോയി ചോദിക്കുക? ഹലോ ഹലോ, എന്താടി രാജേന്ദ്ര സാറുമായി വിവാഹം ഉറപ്പിച്ചതോടെ നീ എന്നേക്ക് മറന്നോ? മറന്നിട്ടാണോ ഞാൻ നിന്നെ വിളിക്കുന്നേ? നോക്ക്, നിന്റെ ചേച്ചി ഹസ്ബൻഡിനെ ഇങ്ങനെ അവിടെ പോയി വിളിക്കണോ അതോ? അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ കുടുംബസമേതം കല്യാണത്തിന് എത്തും. ഓക്കെ ബൈ. അവളെ ഒരു കല്യാണം. ചേട്ടാ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ ദൈവം കാണിച്ചു തന്നൊരു വഴിയായിരുന്നു രാജേന്ദ്രൻ സാർ. ഓ, നീ ഒന്ന് വിടുമോളെ. നോ, 24 മണിക്കൂർ ഞാനിത് വിടില്ല. എനിക്കൊരു പണക്കാരി ആവണം. നോക്ക്, രാജേന്ദ്ര സാർ നിഷയെ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മരിച്ചാലും നമുക്ക് സ്കോപ്പ് ഉണ്ട്. എന്തിനാ രമ്യ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ അങ്ങനെ ചിന്തിക്കൂ. ചേട്ടാ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ ഐഡിയ? നമുക്ക് അയാളെ കൊന്നാലോ? ഈ സ്വത്ത് മുഴുവൻ നമ്മളെ കയ്യിൽ വരില്ലേ? ആർ യു മാഡ് രമ്യ? നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നേ? ഒന്നില്ലേലും അങ്ങനെ തരുന്ന ശമ്പളം കൊണ്ടല്ലേ നിന്റെ വീട്ടിൽ ചോറും കറിയൊക്കെ വാങ്ങുന്നേ? നന്ദി വേണടി, നന്ദി. എനിക്കിപ്പോ എങ്ങനെ ചിന്തിക്കാൻ പറ്റൂ? ചേട്ടനിപ്പോ എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? പുഷ്പം പോലെ ഞാൻ അയാളെ കൊന്നു തരാം. നോ, ഞാൻ ഒരിക്കലും അതിനെ കൂട്ടുവെക്കില്ല. ആരെയും വേദനിപ്പിച്ച് നമ്മളൊന്നും നേടണ്ട. ഒരു പെണ്ണിനെയൊക്കെ കഷ്ടമാണല്ലോ മനുഷ്യ നിങ്ങള്. ഒരാണെന്നൊക്കെ വെച്ചാ എന്താ? നല്ല ചങ്കുറപ്പും ധൈര്യം ഉണ്ടാവും. കമോൺ, കിൽ ഹിം. അയാളെ കൊന്നിട്ട് വാ, എന്നിട്ടൊരു ആൺകുട്ടിയാണെന്ന് തെളിയിക്കേ. ഒരു ഉപദേശം. അങ്ങനെ ഒരാളെ കൊന്നിട്ട് എനിക്ക് ആൺകുട്ടിയാന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. എന്നെ നിങ്ങൾ മറന്നേക്ക്. 10 മാസം നൊന്ത് പറ്റും നിങ്ങളുടെ അമ്മയോട് നിങ്ങൾക്ക് കടപ്പാടില്ലേ? ഓപ്പറേഷൻ ചെയ്ത് അവരുടെ ജീവൻ രക്ഷിക്കാൻ പണം വേണ്ടേ? ഡോക്ടർ ആവാൻ സ്വപ്നം കണ്ട് നടക്കുന്ന നിങ്ങളുടെ സഹോദരിയുടെ ഫീസ് നിങ്ങൾ എങ്ങനെ അടയ്ക്കും? അവളെ നല്ല നിലയിൽ കല്യാണം കഴിപ്പിച്ചയക്കാൻ പണം ഉണ്ടോ നിങ്ങളില്? ചേട്ടാ, ഇനി ചിന്തിക്കാൻ സമയമില്ല. ദൈവം നമുക്ക് നല്ലൊരു വഴിയാ കാണിച്ചു തന്നത്. നാളെ നമ്മളെ രണ്ടുപേരെയും അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ലേ, അവിടെ വെച്ച് അയാളെ കൊല്ലണം. ബാക്കി ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. നോ രമ്യ, പ്ലീസ്, നീ എനിക്കൊരു സമാധാനം താ. അല്ല വിശാലെ, നീയും രമ്യയും തമ്മിൽ ഇങ്ങനെ പ്രേമിച്ച് നടന്നാ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഉടനെ ഉണ്ടാവും. അതെ, ഇന്നലെ രാത്രി ഞാൻ ഒരു പോലീസ് കേസിൽ പെട്ടടാ. പോലീസ് കേസോ? ഞാൻ ഇന്നലെ രാത്രി ബാറിൽ നിന്ന് വരുമ്പോ അല്പം ഓവറായി. എന്റെ കാറും ഓട്ടോറിക്ഷയുമായി ഉരസി. ഈശ്വര, എന്നിട്ട്? ഓട്ടോക്കാരൻ ഭയങ്കര ബഹളം ഉണ്ടാക്കി. പോലീസ് എത്തി. ഞാൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസായി. സത്യത്തിൽ അവന്റെ വണ്ടി എന്റെ വണ്ടിയിലടിച്ചത്. പക്ഷെ ഞാൻ അങ്ങ് പെട്ടു. ഈ മദ്യപാനം അവസാനിപ്പിക്കാൻ ഞാൻ സാറിനോട് എപ്പോഴും പറയാറുള്ളതല്ലേ. നിങ്ങളുടെ കല്യാണത്തിന് ഒരാഴ്ചയല്ലേ ബാക്കിയുള്ളൂ. ഇനി ഇതിൻ്റെ ഇടയിൽ ഇനി കോടതിയായിട്ട് കളിക്കുക? എടാ, എന്റെ ഭാഗത്ത് ഒരു തെറ്റില്ലടാ. വിശാൽ, ഒരു മിനിറ്റ്, ഫോണോ? ഇതൊരു ചാൻസ് ആണ്. നോക്ക് ചേട്ടാ, ഇതൊരു ഗോൾഡൻ ചാൻസാ. എന്റെ കയ്യിൽ വിഷമുണ്ട്. ഞാനിത് അങ്ങേരുടെ ചായയിൽ കലക്കട്ടെ. അയ്യോ രമ്യ, അങ്ങനെ ചെയ്യല്ലേ, പാവം കിട്ടും. ഇന്ന് അങ്ങേര് മരിച്ച യാതൊരു പ്രശ്നവും വരാനില്ല. കണ്ടോ, ഇന്നലെ രാത്രി വരെ മദ്യപിച്ചതിന് തെളിവുണ്ട്. പിന്നെ ഇങ്ങേർക്ക് ആകെ ഉള്ളതൊരു സഹോദരനാ. അയാൾ ഇപ്പൊ ദുബായിലാ. നോക്ക് രമ്യ, പോസ്റ്റ്മോർട്ടം എങ്ങനെ നടന്നാൽ വിഷകത്ത് നിന്നും അവർ കണ്ടെത്തും. നമ്മൾ രണ്ടാളും അഴിയണ്ണേ. അതിന് പോസ്റ്റ്മോർട്ടം നടക്കില്ല. ഒരു സാധാരണ മരണമായി നമുക്കിതിനെ മാറ്റണം. പ്ലീസ്, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഓ, നിങ്ങൾക്കിത് വെറും കോംപ്ലക്സ് ആണ്. എപ്പോഴും വിശാല് നല്ല മനുഷ്യനാണ്, മാന്യനാണ് എന്നൊക്കെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. നിങ്ങൾക്കെല്ലാം വേണം, അനുഭവിക്കണം. അതേസമയം മാന്യതയുടെ മുഖംമൂടി അണിയുകയും വേണം. യു ആർ എ ഹിപ്പോക്രാറ്റ്. നോക്ക്, വിനാശകാല വിപരീത ബുദ്ധി. വെറുതെ വേണ്ടാത്ത പണിക്ക് പോവല്ലേ. എനിക്ക് ഈ സ്വത്തൊന്നും നഷ്ടപ്പെടാൻ വയ്യ. ഒരു കാരണവശാലും ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിക്കരുത്. അത്രയുള്ളൂ. വേണ്ടടി, വേണ്ട. ചേട്ടനൊന്നും പറയണ്ട. രമ്യ, ഞാൻ പറയുന്നത് കേൾക്ക്. തൊണ്ടൻ. എടി റിസ്ക് ആണെടി ചെയ്യുന്നത്, ഭയങ്കര റിസ്ക് ആണ് മാമ. എന്ത്? രാജേന്ദ്രൻ മരിച്ചോ? ഈശ്വര, എന്തൊരു ചതിയായി പോയത്. നമ്മുടെ രാജേന്ദ്ര സാറ്. മോനെ, നോക്ക്, രാജേന്ദ്ര. നോക്ക് വിശാലെ, നീ ഈ കാര്യം പോലീസിനെ അറിയിച്ചോ? ഇല്ല, ഹാർട്ട് അറ്റാക്ക് ആയതുകൊണ്ട് പറയണമെന്ന് തോന്നിയില്ല. പിന്നെ ആളുടെ മാമനും പറഞ്ഞു. നോ വിശാലെ, ഇത് ഭാവിയിൽ പ്രശ്നമാവും. നോക്ക്, ആളീ സിറ്റിയിലെ പ്രശസ്തനായ വ്യക്തിയാണ്. നാളെ പണത്തിന് വേണ്ടി അദ്ദേഹത്തെ ആരെങ്കിലും കൊന്നു എന്നുള്ള പരാതി ഉണ്ടാവാൻ പാടില്ല. ഉടനെ പോലീസിനെ വിളിച്ചു പറ. സോ നിർബന്ധമായും പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കണം. ഓക്കെ? ശരി. ഓക്കെ.
ഈ രാജേന്ദ്രൻ എന്ന് പറയുമ്പോ മദ്യപിച്ച് വാഹനം ഓടിച്ച് സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണോ? സാറിന് ഈ മദ്യപാനം നിറഞ്ഞൊരു ദുശീലമേ ഉള്ളൂ. ആ ഓട്ടോ അടിച്ച കേസിൽ ഇന്നലെ അവനെ ഞാൻ ബാൻ ചെയ്ത് വിട്ടതാ. ആട്ടോ എങ്ങനെ മരിച്ചത്? ഭഗവാനെ, ജയിലിൽ കിടക്കേണ്ടി വരുമോ ഈശ്വരാ? ഇതിനു മുമ്പ് 2 തവണ ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു. ഇനിയും മദ്യം കഴിച്ച അറ്റാക്ക് വരുന്ന ഡോക്ടർ പറഞ്ഞതാ. പക്ഷെ ആളത് കേട്ടില്ല. വീട്ടിലും നാട്ടിലും ആർക്കെങ്കിലും വല്ല പരാതി ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. ഇദ്ദേഹത്തിന് അച്ഛന്റെ 1ാമത്തെ ഭാര്യയിൽ ഒരു സഹോദരനുണ്ട്, ചന്ദ്രദാസ് എന്ന പേര്. നമ്മുടെ കളരിക്കൽ ചന്ദ്രദാസ്, അവന്റെ കൂട്ടുകാരനല്ലേ? ആണോ? ഞാൻ വിളിച്ചോളാം. ശരി സർ. ശരി. ഞാനാ. പറയടാ. എടാ, നിന്റെ ബ്രദർ മരിച്ചെന്ന് കേട്ടല്ലോ. എന്താ ചെയ്യണ്ടേ? ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണോ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ ഫുൾ ടൈം വെള്ളമല്ലേ. നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. അല്ല, നീ എപ്പോഴാ നാട്ടിൽ വരുന്നേ? നീ വന്നിട്ടല്ലേ ബോഡി മറിയാൻ പറ്റുള്ളൂ. എനിക്കിവിടെ ദുബായിൽ ഒരുപാട് പണിയുണ്ട്. ഒരാഴ്ചക്ക് ശേഷം ഞാൻ വരും. നിങ്ങൾ ആ ബോഡി മറവ് ചെയ്തോ? ശരി, നല്ല നീ നാട്ടിലെത്തി കഴിഞ്ഞ് എന്നെ വിളിക്ക് കേട്ടാ. ഓക്കെ. ഓക്കെടാ. പോസ്റ്റ്മോർട്ടം വേണോ? പ്രശ്നം സോൾവ് ആയി. ദൈവമേ, തടിയൂരി.